എടാ അർജുനെ, അറിഞ്ഞോ? ഈ വർഷത്തെ NSS ക്യാമ്പിന്റെ ഡേറ്റ് തീരുമാനിച്ചു. ഈ മാസം 26 മുതലാണ്. 7 ദിവസം അടിപൊളി ഫുൾ ടൈം പാട്ടും ഡാൻസും ഫുഡും പിന്നെ കുറച്ച് എന്തെങ്കിലും ചെറിയ പണിയൊക്കെ കാണും. എന്നാലും ക്ലാസ്സിൽ ഇരിക്കുന്നതിനൊക്കെ നല്ലതല്ലേ അളിയാ? അടിച്ച് പിന്നെന്താ, ഞാനും അതിന് കാത്തിരിക്കുക. എന്താ മക്കളെ, ക്യാമ്പിനെ കുറിച്ച് വലിയ പ്ലാനിങ്ങിലാണല്ലോ. 7 ദിവസം തകർക്കണം ടീച്ചറെ. അടിച്ചു പൊളിക്കാൻ മാത്രമുള്ളതാണോ NSS ക്യാമ്പ്? അല്ല ടീച്ചറെ, ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരു രസമല്ലേ? രസമാണ്, പക്ഷെ വെറും രസമല്ല. അതിന് കുറച്ച് ലക്ഷ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. എന്ത് ഉത്തരവാദിത്തം? വരിക, സന്തോഷിക്കുക, പോവുക. അല്ല മക്കളെ, ക്ലാസ് മുറികൾക്ക് പുറത്ത് പാഠപുസ്തകങ്ങൾക്കും അപ്പുറത്ത് സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് മക്കളെ ഈ ക്യാമ്പ്. സ്വയം തിരിച്ചറിയാനോ? അതെന്താ ടീച്ചറെ അങ്ങനെ ഒരു ടോക്ക്? പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു NSS വോളണ്ടിയർ എന്ന നിലയിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ? സ്കൂളിലും വീട്ടിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ കുറച്ച് മോശമാണ്. സ്വയം തിരിച്ചറിയുന്നത് തന്നെ മോന്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാനും സ്വയം തിരുത്താനുമുള്ള വലിയൊരു അവസരമാണ് NSS ക്യാമ്പുകൾ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് എന്താ ചെയ്യേണ്ടത്? നല്ല ചോദ്യം. വെറും പ്രസംഗമല്ല, പ്രവർത്തനമാണ് NSS. ഇതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനുഭവങ്ങളും അവസരങ്ങളും നമുക്ക് ലഭിക്കും. എന്നുവെച്ചാൽ അതെന്തൊക്കെയാ അത്ര വലിയ അവസരങ്ങൾ? എന്നുവെച്ചാൽ വിവിധ പ്രൊജക്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ വീടുകൾ സന്ദർശിക്കും, വിവിധ തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കും. അതിലൂടെ അവരുടെ പ്രശ്നങ്ങളും അവസ്ഥകളും നേരിട്ട് മനസ്സിലാക്കും. അതുവഴി നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്നും മനസ്സിലാക്കാനും കഴിയും. ഇതിന് ക്യാമ്പ് നിങ്ങളെ സഹായിക്കും. മനസ്സിലായി. ക്യാമ്പിലൂടെ നമുക്ക് ധാരാളം അനുഭവങ്ങൾ ലഭിക്കും. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. ഇനിയുമുണ്ട്. പല സാഹചര്യങ്ങളിൽ കഴിയുന്ന പല സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികളാണല്ലോ ക്യാമ്പിൽ ഒരുമിച്ച് കൂടുന്നത്. ഇത്രയും കുട്ടികൾ പരിമിതമായ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരം സാഹചര്യങ്ങളിൽ പരാതി പറഞ്ഞു മാറി നിൽക്കാതെ ഇത് നമ്മുടെ ക്യാമ്പാണെന്ന് മനസ്സിലാക്കി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം നടത്താനും നമ്മുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി പ്രവർത്തിക്കാനുമാണ് ഒരു നല്ല വോളണ്ടിയർ ശ്രമിക്കേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് സഹിഷ്ണുതയും സമഭാവനയും പങ്കുവയ്ക്കൽ മനോഭാവവും ഉണ്ടെങ്കിൽ ആ ക്യാമ്പ് എത്ര മനോഹരമായിരിക്കും. ഇതിന് NSS ക്യാമ്പല്ലേ നിങ്ങൾക്ക് അവസരം തരുന്നത്. മനസ്സിലായി. പലതരത്തിലുള്ള കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാം ഷെയർ ചെയ്യാനും ക്യാമ്പ് സഹായിക്കുമെന്നല്ലേ? ഈ രീതിയിൽ നമ്മളെ പ്രവർത്തിച്ചാൽ ലോകത്തെ ഏത് സാഹചര്യങ്ങളിലും നല്ല വ്യക്തിത്വമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയും, അല്ലേ? സൂപ്പർ. സമൂഹത്തോട് ഏറ്റവും ഉത്തരവാദിത്തമുള്ളവരാണ് NSS വോളണ്ടിയർമാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പുകളും ഉത്തരവാദിത്തത്തോടെ ക്രമീകരിക്കേണ്ടതുണ്ട്. പരിസ്ഥിതി മാലിന്യത്തിന് കാരണമാകുന്ന ക്യാമ്പ് ഫയറുകൾ ഒഴിവാക്കണം. പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം. ഗ്രീൻ പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കണം. ലഹരി വസ്തുക്കൾ ഒഴിവാക്കണം. അത് തീർച്ചയായും വേണം. നമ്മൾ കാരണം പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാകരുതല്ലോ. നിങ്ങളുടെ വിവിധ കഴിവുകൾ പ്രകടിപ്പിക്കാനും കൂട്ടുകാരുമൊത്ത് വിവിധ ആഘോഷങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നിങ്ങളെ സജ്ജരാക്കുന്ന വിവിധ പരിശീലന പരിപാടികൾ എന്നിവയും ക്യാമ്പിലുണ്ട്. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. എനിക്ക് ഇപ്പൊ തന്നെ ക്യാമ്പിൽ പോണം. നിക്ക്, ബാക്കി കൂടി പറയട്ടെ. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതിനും ഈ ക്യാമ്പ് നിങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട്. വിവിധ പ്രൊജക്ടുകളിലൂടെ നമ്മൾ വെറുതെ ഇരിക്കുവല്ല, നാടിന് ഉപകരിക്കുന്ന വലിയ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാമ്പിലൂടെ. ഈ വർഷത്തെ NSS ക്യാമ്പിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSSL നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾ ഇവയാണ്. സഹജം സുന്ദരം. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായി ചേർത്ത് കൃത്രിമ സൗന്ദര്യവർദ്ധക ഉൽപ്പന്ന ഉപയോഗത്തിനെതിരെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയാണിത്. സേഫ്റ്റി സ്പാർക്ക് KSEBയുമായി സഹകരിച്ചുകൊണ്ട് വൈദ്യുതി അപകടരഹിത കേരളം ലക്ഷ്യമാക്കി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പയിനാണ് ഈ പദ്ധതി. സംസ്ഥാന എക്സൈസ് വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടിയാണ് ഇത്. മഹാസഭ NSSന്റെ സ്വപ്നമായി മനസ്സഗ്രാമത്തിലെ സർവേ അടിസ്ഥാനമാക്കി ഹരിതസേനക്കാർ, ആശാവർക്കർമാർ, പുതിയ ജനപ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പാർലമെന്റ്. LSGD ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനാവശ്യമായ സഹായം നൽകുന്നത്. കാർഷിക മൃഗപരിപാലന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പരിശീലനം നേടുന്ന പരിപാടിയാണിത്. സംസ്ഥാന കൃഷി മൃഗസംരക്ഷണ വകുപ്പാണ് ഇതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നത്. പ്രാണവേഗം IMAയും ഫയർഫോഴ്സുമായി ചേർന്ന് ഏതൊരു അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള ജീവൻ രക്ഷാ പരിശീലന പരിപാടിയാണിത്. IAPC കേരള ചാപ്റ്ററും പാലിയം ഇന്ത്യയുമായി സഹകരിച്ച് മുഴുവൻ വോളണ്ടിയർമാർക്കും പാലിയേറ്റീവ് കെയർ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സായന്തനം.
ഇത് വെറും ജോളിയല്ല, വലിയൊരു അനുഭവമാണ്. അത് ഞാൻ എന്ന സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ എന്ന നിസ്വാർത്ഥതയിലേക്ക് മാറണം. സഹജീവികളെയും നാടിനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന 7 ദിവസങ്ങൾ, അതാണ് നമ്മുടെ ക്യാമ്പ്. നിങ്ങൾ തയ്യാറാണോ? ടീച്ചറെ, ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് പൊളിക്കാം, പക്ഷെ അത് നാടിന് വേണ്ടി കൂടി ആയിരിക്കും. മിടുക്കർ. എങ്കിൽ വരൂ, നമുക്ക് ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം.